जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ജീവിത ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് പേരുകൾ എഴുതിയിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ ഏറ്റവും പ്രമുഖമുള്ളത് സത്സ്വരൂപ് മഹാരാജിന്റെ ശ്രീല പ്രഭുപാദ് ലീലാമൃതയാണ്. പിന്നെ ഒരുപാട് ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്. ഹരീശ്വരി പ്രഭുവിന്റെ ട്രാൻസ്ജെൻഡൽ ഡയറി എന്ന് പറഞ്ഞ 3 ബുക്കുകളുണ്ട്. അതൊക്കെ പ്രഭുപാദിന്റെ ജീവിതത്തോട് വളരെ ചേർന്ന് മനസ്സിലാക്കി ആ സമയത്ത് എഴുതപ്പെട്ട ബുക്കുകളാണ്. അതേപോലെ തന്നെ വേറൊരു ഡിവോട്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ ഡിവോട്ടി പോയി എല്ലാ പ്രമുഖരായ ശിഷ്യന്മാരുടെയും പ്രഭുപാദുമായിട്ടുള്ളവരുടെ മെമ്മറീസ് ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിദ്ധാന്തദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അങ്ങനെ കുറേ ഡിവോട്ടീസിന്റെ മെമ്മറീസ് അവരൊക്കെ പ്രഭുപാദിനെ നേരിട്ട് കണ്ടവരും പ്രഭുപാദിന്റെ അടുത്ത് നേരിട്ട് ഗൈഡൻസ് എടുത്തവരുമായിട്ടുള്ള ഡിവോട്ടീസ് കണ്ട് വീഡിയോയിലൂടെ അവരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി. അപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുടെ ഇപ്പോഴും അത് ശിഷ്യന്മാരുടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏകദേശം പ്രമുഖരായിട്ട് ഇപ്പം ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെയൊക്കെ പ്രമുഖരായിട്ട് പ്രസ്ഥാനത്തിൽ ആക്റ്റീവായിട്ടുള്ളവർ അവരുടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കുണ്ട്. 3 വോളിയം ബുക്കാണ്. അപ്പോൾ അദ്ദേഹം സിദ്ധാന്തദാസ് വന്നത് തന്നെ 1969 അദ്ദേഹം അമേരിക്കയിൽ വെച്ച് ഹോളിവുഡ് ജസ്റ്റ് കാണാൻ പോയപ്പം അവിടെ ഈ സങ്കീർത്തൻ പാർട്ടി നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇതൊരു സിനിമയുടെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു ഇതായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹത്തിന് തമാശ പോലെയാണ് തോന്നിയത്. മുടിയൊക്കെ ഇങ്ങനെ മുട്ടയടിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ട. പിന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഫിലോസഫി വളരെ സനാതനമായൊരു ധർമ്മത്തിന്റെ ആഴത്തിലുള്ള തത്വമാണിത് പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ബാക്ക് ടു ഗോഡ് മാഗസിൻ കിട്ടുകയും ആ മാഗസിൻ വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും മാറുകയും ചെയ്തു. അപ്പോൾ ആ ഡിവോട്ടി ആണ് ഈ എല്ലാ പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ എല്ലാം വീഡിയോ എടുത്തിരിക്കുന്നത്. പക്ഷെ അത് വീഡിയോ എടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അതെല്ലാം ഒരു ബുക്കായിട്ട് കമ്പൈൽ ചെയ്യുകയും ചെയ്തു, ബുക്കാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ആ ബുക്കിന്റെ ഫസ്റ്റ് വോളിയത്തിന്റെ അതിന്റെ മുഖവുരയില് ഹൃദയാനന്ദദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഇസ്കോണിലെ ഒരു ആധ്യാത്മിക ഗുരു ഒരു ലേഖനം എഴുതുന്നുണ്ട്. അതിന്റെ മുഖവുര ആ ബുക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അതില് അദ്ദേഹം പറയുന്നൊരു വലിയൊരു കാര്യമാണ്, സിദ്ധാന്തദാസ് നമ്മളെല്ലാരും എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഹൃദയാനന്ദദാസ് ഗോസ്വാമി പറയുന്നൊരു കാര്യം, ഇപ്പോഴുള്ള പല പല മതവിഭാഗങ്ങളിലും ആചാര്യന്മാരുണ്ടായിരുന്നു. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലെ ജീസസ്, ഇസ്ലാം മതത്തില് മുഹമ്മദ്, അങ്ങനെ ആചാര്യന്മാരുണ്ടായിരുന്നു. ഈ ആചാര്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും അല്ലെങ്കിൽ അനുയായികളും പലപ്പോഴും അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അവർ ചിലപ്പോൾ പോയി കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും അത് ഓർത്തെടുത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്നും ഈ സമൂഹത്തില് മതത്തിന്റെ പേരിലുള്ള കലഹങ്ങളും അക്രമങ്ങളും നടക്കുന്നത്. കാരണം അവർ ഇന്റർപ്രറ്റ് ചെയ്യും, ഇങ്ങനെയാണ് ആചാര്യൻ പറഞ്ഞത്, വേറൊരാൾ പറയും അല്ല അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നു. പക്ഷെ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദിന്റെ കാര്യത്തില് അവരുടെ ശിഷ്യന്മാര് ചെയ്ത മഹത്തരമായ കാര്യം എന്ന് പറയുന്നത്. പ്രഭുപാദ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ചെയ്യുന്ന ഓരോ കോൺവെർസേഷൻ ആകട്ടെ, ഓരോ ലെറ്റേഴ്സ് ആകട്ടെ, എല്ലാം അവർ സൂക്ഷിച്ചു വെച്ച് എല്ലാം ബുക്ക് പരമാക്കുകയും ഡിജിറ്റൽ ഫോർമാറ്റിലാക്കി തരികയും ചെയ്തു. പ്രഭുപാദിന്റെ അവസാനത്തെ 11 വർഷക്കാലത്തെ മിക്ക കാര്യങ്ങളും ഒരു ദിവസം പോലും ഇടവില്ലാതെ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രഭുപാദിന്റെ ശിഷ്യന്മാർ ചെയ്ത ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇനി വരുന്ന ജനറേഷനും പ്രഭുപാദ് ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ മൂഡ് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് വെച്ച് ആരും അതിനെ തെറ്റിദ്ധരിക്കുകയോ ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പൊ അത് ഒരു കാര്യം ഹൃദയാനന്ദ മഹാരാജ് പറയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെയധികം ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യന്മാരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു.